ഓം നമോ ഭഗവതേ വാസുദേവായ. പ്രിയ സജ്ജനങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. സത്സംഗവേദിയിൽ നമ്മൾ ശ്രീമദ് ഭഗവത്ഗീതയിലെ 18-ാം അധ്യായമായ മോക്ഷസന്യാസ യോഗത്തിലെ 69 ശ്ലോകങ്ങളാണ് പൂർത്തിയാക്കിയത്. ഇന്ന് നമുക്ക് 70-ാമത്തെ ശ്ലോകം നോക്കാം. അധ്യേഷ്യതേ ച യൈമം ധർമ്മ്യം സംവാദമാവയോ ജ്ഞാനയജ്ഞേന തേനാഹം ഇഷ്ടസ്യാം ഇതി മേ മതി. യഹ യാതൊരുവൻ ആവയോ നമ്മൾ രണ്ടുപേരുടെയും ധർമ്മ്യം ധർമ്മയുക്തമായ ഇമം സംവാദം ഈ സംവാദത്തെ ഈ സംഭാഷണത്തെ അധ്യേഷ്യതേ പഠിക്കുന്നുവോ തേന അവനാൽ അഹം ഞാൻ ജ്ഞാനയജ്ഞേന ജ്ഞാനയജ്ഞം കൊണ്ട് ഇഷ്ടസ്യാം യജിക്കപ്പെട്ടവനാകും. ഇതിമേ മതി ഇതാണ് എൻ്റെ അഭിപ്രായം. യാതൊരുവൻ നമ്മൾ രണ്ടുപേരുടെയും ധർമ്മയുക്തമായ ഈ സംഭാഷണത്തെ പഠിക്കുന്നുവോ അവനാൽ ഞാൻ ജ്ഞാനയജ്ഞം കൊണ്ട് യജിക്കപ്പെട്ടവനാകും. ഇതാണ് എൻ്റെ അഭിപ്രായം. ഭഗവത്ഗീത എന്ന ഈ ശ്രീകൃഷ്ണ അർജുന സംവാദം ഭക്തിപൂർവം അധ്യയനം ചെയ്യുന്നവൻ ജ്ഞാനയജ്ഞം കൊണ്ട് ഭഗവാനെ ആരാധിക്കുകയാണ് ചെയ്യുന്നത് എന്ന് ഭഗവാൻ തന്നെ പറയുന്നു. അതുകൊണ്ടാണ് ചിന്മയാനന്ദ സ്വാമികൾ തൻ്റെ ഗീതാപ്രഭാഷണങ്ങൾക്ക് ഗീതാജ്ഞാനയജ്ഞം എന്ന് പറയാറുള്ളത്. ഗീതാപഠനം വെറുമൊരു ഗ്രന്ഥപാരായണമല്ല, പിന്നെയോ ഒരു യജ്ഞം തന്നെയാണ് അത്. യജ്ഞം കൊണ്ട് ഭഗവാനെ ആരാധിക്കുന്നതിന് തുല്യമാണ് ഗീതാപഠനം. മനുഷ്യനെ ആത്മീയമായും ധാർമ്മികമായും ബൗദ്ധികമായും എല്ലാം ഉയർന്ന തലത്തിലെത്തിക്കുന്നതിനുള്ള ധർമ്മ ഉപദേശങ്ങളാണ് ഗീതയിലുടനീളമുള്ളത്. തന്നിൽ നിക്ഷിപ്തമായ കർമ്മങ്ങൾ ഭംഗിയായി നിർവഹിക്കുക എന്നതാണ് ഏതൊരാളുടെയും ധർമ്മം. എന്നാൽ തന്നിൽ നിക്ഷിപ്തമായ കർമ്മത്തിൽ നിന്നും ബന്ധുത്വചിന്ത മൂലം ഒളിച്ചോടാൻ ശ്രമിക്കുന്ന അർജുനനെ സ്വധർമ്മത്തെക്കുറിച്ച് ബോധവാനാക്കി കർമ്മനിരതനാക്കി മാറ്റിയ ധർമ്മശാസ്ത്രമാണ് ഗീത. ഏറ്റവും ശ്രേഷ്ഠവും ക്ലേശകരവുമായ ആത്മീയ മാർഗം ജ്ഞാനമാർഗമാണ്. അങ്ങനെ ആ ജ്ഞാനയജ്ഞം നടത്തുന്നതിന് തുല്യമാണ് ഗീതാപഠനം എന്നാണ് ഭഗവാൻ ഈ ശ്ലോകത്തിലൂടെ പറയുന്നത്. അപ്പോൾ ഗീതാപഠനത്തിന് എത്രമാത്രം പ്രാധാന്യമുണ്ട്, എത്രമാത്രം പ്രാധാന്യം ഭഗവാൻ കൊടുത്തിരിക്കുന്നു എന്നാണ് ഈ ശ്ലോകത്തിലൂടെ നമ്മോട് പറയുന്നത്. അടുത്ത ശ്ലോകം നമുക്ക് അടുത്ത ദിവസം നോക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓം നമോ ഭഗവതേ വാസുദേവായ.